ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡിസോണ്ടിങ് ഓർ പ്രസൻറ്റ് വാല്യൂ ഫാക്ടറിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നത് ടെക്നിക് ഓഫ് ടൈം വാല്യൂ ഓഫ് മണിയാണ്. അതിൽ രണ്ട് മെത്തേഡാണ് ഉണ്ടായിരുന്നത്, കോമ്പൗണ്ടിങ് മെത്തേഡ് ആൻഡ് ഡിസ്കൗണ്ടിങ് മെത്തേഡ്. അതിൽ കോമ്പൗണ്ടിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ ഓഫ് പ്രസൻറ്റ് മണിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോഴത്തെ പൈസ, ഇപ്പം നമ്മുടെ കയ്യിലുള്ള പൈസയുടെ ഫ്യൂച്ചർ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ കോമ്പൗണ്ടിങ് എന്ന് പറയും. അതേസമയം അതിൻ്റെ നേരെ റിവേഴ്സ് വരുന്നതാണ് എന്ത്, ഡിസ്കൗണ്ടിങ് അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ എന്നുള്ളത്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ മണി, അതായത് ഇന്ന് 10 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു കാര്യം ഫ്യൂച്ചറിൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ എത്ര രൂപയ്ക്കാണ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നത്. ദാറ്റ് ഈസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ മണി. നേരെ ഓപ്പോസിറ്റ് എന്ന് ചിന്തിച്ച് നോക്കി, ഒരു 10 കൊല്ലം കഴിയുമ്പോൾ എനിക്ക് 1,00,000 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എത്ര രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. ദാറ്റ് ഈസ് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്നില്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എന്ന് പറയും, ഒരു ഡിസ്കൗണ്ടിങ് ടെക്നിക് എന്ന് പറയും. കാരണം ഓരോ വർഷം കഴിയുന്തോറും എന്ത് ചെയ്യും, സാധനങ്ങളുടെ വില കൂടുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. ഇപ്പോൾ കിട്ടുന്ന 1 രൂപയുടെ വിലയായിരിക്കും ഒരു 10 ഡേയ്സ് കഴിയുമ്പോൾ 100 ഡേയ്സൊക്കെ കഴിയുമ്പോൾ കിട്ടുക. അപ്പോൾ അതിൻ്റെ വില കൂടുതലായിരിക്കും, അത് കൂടുതൽ കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ളതേ നമുക്ക് പ്രസൻ്റ്ലി പറയാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഡിസ്കൗണ്ടിങ് ടെക്നിക് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പ്രസൻറ്റ് വാല്യൂ ടെക്നിക്സ് നമുക്ക് രണ്ട് രീതിയിലാണ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. പ്രസൻറ്റ് വാല്യൂ ഓഫ് സിംഗിൾ ഫ്യൂച്ചർ സമ്മും പ്രസൻറ്റ് വാല്യൂ ഓഫ് സീരീസ് ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസും. അതായത് ഒരു ഫിക്സഡ് എമൗണ്ട് ഇട്ടാൽ അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ എത്രയായിരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് P ഡിവൈഡഡ് ബൈ 1+R⁻²n. പി എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രിൻസിപ്പൽ പ്രസൻറ്റ് വാല്യൂ, പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ദെൻ പി വി ഫാക്ടർ, പി വി പ്രസൻറ്റ് വാല്യൂ, പി വി എന്നുള്ളത് പ്രസൻറ്റ് വാല്യൂ ആണ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് എ സീരീസ് ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുമ്പോൾ ഓരോ വർഷം നമ്മൾ ആഡ് ചെയ്ത് പോകണം. P1/1+R ഫസ്റ്റ് ഇയറിൽ പ്ലസ് P2/1+R⁻²2 പ്ലസ് P3 ഡിവൈഡഡ് ബൈ 1+R⁻²3 പ്ലസ് ഇങ്ങനെ എത്ര വർഷമാണോ അത്രയും വർഷം നമ്മളിങ്ങനെ ആഡ് ചെയ്ത് പോകണം. അപ്പോൾ ഇവിടെ ക്യാഷ് ഫ്ലോ ഡിഫറെൻ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരേപോലത്തെ ക്യാഷ് ഫ്ലോ ആണെങ്കിലും കുഴപ്പമില്ല. അതായത് 10,000 രൂപ വെച്ച് ഇത്ര കൊല്ലത്തേക്ക് അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അല്ല ഓരോ വർഷം കഴിയുന്നതോറും 10,000 12,000 കൂടി പോവുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമ്മൾ സെയിം ടെക്നിക്കാണ് ഉപയോഗിക്കുക. ഇത് ഇതാണ് പ്രധാനമായിട്ടും വരുന്ന പ്രസൻറ്റ് വാല്യൂവിൽ വരുന്ന രണ്ട് ടെക്നിക്സ്. ഇനി എന്തിനാണ് നമ്മളിത് ഉപയോഗിക്കണേന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആപ്ലിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ ലെവൽ വരുന്നതാണ് ഫൈൻഡ് ഔട്ട് ദ ഇംപ്ലിസിറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇംപ്ലിസിറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചില കേസിൽ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് കിട്ടണേന്നുള്ളത് ആക്ച്വലി അറിയാനായിട്ട് പറ്റില്ല. അതായത് നമ്മളിപ്പോൾ ഒരു 0 കൂപ്പൺ ബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാണ്. അപ്പോൾ ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനി പറയും നിങ്ങളൊരു 10,000 രൂപയുടെ ബോണ്ടാണ്, 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് 25,000 രൂപ തരും. ഇത്ര കാര്യം അവർ പറയുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് അവിടെ കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കണക്കാക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൈം വാല്യൂ ഓഫ് മണി നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾ പറയുന്നത്. ഇംപ്ലിസിറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടെത്താനായിട്ട് പറ്റും. രണ്ടാമത്തെ ഫൈൻഡിങ് ഔട്ട് ദ നമ്പർ ഓഫ് പീരീഡ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു സെർട്ടൈൻ എമൗണ്ട് ഇടുകയാണെങ്കിൽ എത്ര റേറ്റിലാണ് നമുക്കതിൻ്റെ വാല്യൂ, എത്ര റേറ്റിൽ എത്ര വർഷം കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്ന് സെർട്ടൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10% ഇൻട്രസ്റ്റിൽ 1,00,000 രൂപ നമ്മൾ ഇടുകയാണെങ്കിൽ 20 കൊല്ലം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടും. ഇതാണ് ഫൈൻഡിങ് ഔട്ട് ദ നമ്പർ ഓഫ് പീരീഡ്സ് ടു കം ഔട്ട് ദി സെർട്ടൈൻ എമൗണ്ട്. ഒരു സെർട്ടൈൻ എമൗണ്ട് ആവാനായിട്ട് എത്ര വർഷം നമ്മൾ എത്ര റേറ്റിൽ ഇടണം. നിങ്ങളൊരു എന്താ പറയുക, നമുക്കൊരു വീട്, നിങ്ങൾക്കൊരു 25 വയസ്സായപ്പോൾ ജോലി കിട്ടിയെന്ന് വിചാരിക്കും. നമുക്കൊരു 10 അല്ലെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോൾ നമുക്കൊരു വീട് വിൽക്കണം. നമുക്കൊരു 40 ലക്ഷം രൂപയുള്ള വീടാണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങളുടെ സാലറി, സ്റ്റാർട്ടിങ് സാലറി 50,000 ആണ്, അല്ലെങ്കിൽ ഒരു 60,000 70,000 ആണെങ്കിൽ അതിനകത്ത് എത്ര രൂപ ഇട്ടാലാണോ നമുക്ക് 5 കൊല്ലം കഴിയുമ്പോൾ ഒരു 20 ലക്ഷമോ 25 ലക്ഷമോ കിട്ടാനായിട്ട് സാധിക്കുക, എത്ര റേറ്റിൽ ഇടണം. ഇങ്ങനത്തെ കാര്യങ്ങൾ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈം വാല്യൂ ഉപയോഗിക്കുന്നത്.
മൂന്നാമത്തെ സിങ്കിങ് ഫണ്ട്. സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, അസറ്റൊക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ലൈബിലിറ്റി കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യും, കിട്ടണ എമൗണ്ടിൽ നിന്ന് കുറേശ്ശെ മാറ്റി വയ്ക്കുന്നതാണ് സിങ്കിങ് ഫണ്ട്. അപ്പോൾ സിങ്കിങ് ഫണ്ടിൻ്റെ പ്രത്യേകത എല്ലാ വർഷവും ഈക്വൽ എമൗണ്ട് മാറ്റി വയ്ക്കും. ആ വർഷത്തെ എമൗണ്ട് പ്ലസ് അതിൻ്റെ ഇൻട്രസ്റ്റും കൂടി ആയിരിക്കും നമ്മൾ റീഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അപ്പം നമ്മൾ 1,00,000 രൂപ എനിക്കിപ്പോൾ 5 കൊല്ലം കൊണ്ട് കിട്ടണമെന്ന് വിചാരിക്കും. അപ്പോൾ എല്ലാ വർഷവും 20,000 രൂപ വെച്ച് ഞാൻ മാറ്റി വെച്ചു. ആ 20,000 രൂപയിൽ പ്ലസ് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് 10% ആണെങ്കിൽ 2,000 കൂടും. അപ്പോൾ 2,20,000 രൂപയാണ് രണ്ടാമത്തെ വർഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണേ. ആ മൂന്നാമത്തെ വർഷമാകുമ്പോൾ 22,000 പ്ലസ് 2,200 വരെ, ഇങ്ങനെ ഓരോ വർഷം ആഡ് ചെയ്ത് പോകും. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ട് നമുക്ക് കിട്ടും. പിന്നെ ഈ കാര്യങ്ങൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈം വാല്യൂ ഉപയോഗിക്കണം. ദെൻ അമോർട്ടൈസേഷൻ ഓഫ് ലോൺ ഓർ കപ്പാസിറ്റി റിക്കവറി എന്ന് വെച്ചാൽ നമുക്ക് ഒരു ലോൺ അടച്ച് തീർക്കണമെങ്കിൽ എത്ര സമയം കൊണ്ട് അടയ്ക്കണം എന്നുള്ളത്, അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് എത്ര വേണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രസ്റ്റ് മാത്രമല്ല അടയ്ക്കുക, അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, പ്രിൻസിപ്പൽ എമൗണ്ടും കൂടി അടയ്ക്കും. അപ്പോൾ രണ്ടും കൂടി എത്ര രൂപ, പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് എത്ര രൂപ നമ്മൾ അടച്ചാലാണ് എത്ര രൂപയുടെ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ അടയ്ക്കണം എന്ന് കണ്ടെത്തുന്നത് ടൈം വാല്യൂ PV ഫാക്ടർ ഉപയോഗിച്ചിട്ടാണ്. ദെൻ ഡെഫേർഡ് പേയ്മെൻറ്റ്. ഓക്കെ, ലാസ്റ്റ് വൺ. ഡെഫേർഡ് പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സമയത്ത് നമുക്കിപ്പോൾ ലോൺ എടുത്തിട്ട് ഞാനിപ്പോൾ ഈ നാളെ ഒരു ലോൺ എടുത്തു എന്ന് വിചാരിക്കുക. നാളെ ലോൺ എടുത്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ അടച്ചു തുടങ്ങുന്നത് 1 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടോ ആയിരിക്കും ലോണിൻ്റെ അടച്ചു തുടങ്ങുക. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, സാധാരണ ലോൺ എന്ന് പറഞ്ഞാൽ ഈ മാസം ലോൺ എടുത്താൽ നെക്സ്റ്റ് മന്ത് തുടങ്ങി നമ്മൾ ഇൻട്രസ്റ്റോ പ്രിൻസിപ്പൽ എമൗണ്ട് അടച്ചു തുടങ്ങണം ഇല്ലേ. അപ്പോൾ അങ്ങനെ അടച്ചിട്ടില്ല, കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അത്തരം പേയ്മെൻറ്റിനെയാണ് ആ ഗ്യാപ്പ് വരുന്ന പേയ്മെൻ്റ് ഇല്ലേ, അതിനെയാണ് നമ്മൾ ഡെഫേർഡ് പേയ്മെൻറ്റ് എന്ന് പറയുക. ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ഡേറ്റ് ഓഫ് ബോറോയിങ് ആൻഡ് ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് റീപേയ്മെൻറ്റും ഡേറ്റ് ഓഫ് ബോറോവിങ് തമ്മിലുള്ള ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ ഡെഫേർഡ് പേയ്മെൻ്റ് എന്ന് പറയുക. അങ്ങനെ ഡെഫേർഡ് പേയ്മെൻറ്റ് വന്ന കേസിൽ എത്ര രൂപയാണ് നമ്മൾ ആനുവൽ റീപേയ്മെൻറ്റ് നടത്തണമെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടും ടൈം വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ പ്രസൻറ്റ് വാല്യൂ പ്രധാനമായിട്ടും ഉപയോഗിക്കും. ഇതാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. ഇതിൻ്റെ തിയറി ഞാൻ ഫോട്ടോസ്റ്റാറ്റ് അല്ലെങ്കിൽ കോപ്പി എടുത്തിട്ട് PDF അയച്ചു തരാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക കേട്ടോ.